വാർത്ത പുറത്ത് വന്നതോടുകൂടി രാഹുൽ ഗാന്ധി പ്രതികരിച്ചതോടുകൂടി ഓർഗനൈസർ അത് പിൻവലിച്ചിരിക്കുകയാണ്. പക്ഷേ അവരുടെ ഉദ്ദേശം വളരെ വ്യക്തമായിരിക്കുന്നു. ആദ്യം മുസ്ലിങ്ങൾ, അത് കഴിഞ്ഞ് ക്രിസ്ത്യാനികൾ. മതന്യൂനപക്ഷങ്ങളെ വേട്ടയാടാനുള്ള RSSന്റെയും BJPയുടെയും അജണ്ടയാണ് ഇപ്പോൾ ഓർഗനൈസറിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. വഖഫ് ബില്ല് പാസ്സായി. വഖഫിൻ്റെ മുഴുവൻ മുതല സ്വത്തുക്കളുടെ മേൽ ഗവൺമെൻറ്റിൻ്റെ കൺട്രോൾ വരുത്തി കഴിഞ്ഞിരിക്കുന്നു. അടുത്തത് 7 crores ആയിട്ടുള്ള ഇന്ത്യയിലെ കത്തോലിക്ക സഭയുടെ കയ്യിലുള്ള ഭൂമിയുടെ മേൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിനെ പറ്റിയുള്ള ആലോചനകൾക്കാണ് ഇപ്പോൾ അവർ മുന്നോട്ട് വരുന്നത്. ഇത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് കിട്ടിയതാണെന്നൊക്കെ തുടങ്ങിയിട്ടുള്ള ആ ലേഖനത്തിൽ വ്യക്തമായി വിശദമായി തന്നെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞങ്ങൾ ആദ്യമേ പറഞ്ഞതാണ്, ഞങ്ങളുടെ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി ആദ്യം മുതൽ പറഞ്ഞതാണ്, ഇപ്പോൾ മുസ്ലിങ്ങളാണെങ്കിൽ നാളെ അത് ക്രിസ്ത്യാനികളിലേക്കും വരുമെന്നുള്ളത്. മതന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്ന ഈ നീക്കം BJP ഇന്നും ഇന്നലെയും അല്ല ആരംഭിച്ചത്, അത് തുടരുകയാണ്. കേരളത്തിലും അത് ആരംഭിക്കാനുള്ള നീക്കമാണ്. പച്ചവർഗീയത BJP കേരളത്തിൽ വ്യാപകമായി പ്രചരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഇതിനെ മതേതര വിശ്വാസികളായ ജനങ്ങൾ ഒരുമിച്ച് ഇന്ന് ചെറുക്കണം. മുളയിൽ ഇത് നുള്ളണം. കേരളീയ സമൂഹത്തിൽ ഇത്തരം വർഗീയ വിഷം വമിപ്പിക്കുന്ന പ്രസ്താവനകളും പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് വരുന്ന BJPയെയും RSSനെയും ചെറുക്കാനുള്ള നടപടികളാണ് കേരളത്തിലെ മതേതര വിശ്വാസികൾ സ്വീകരിക്കേണ്ടതായിട്ട് ഉള്ളത്. ഞങ്ങൾ അതുകൊണ്ടാണ് വഖഫ് ബില്ലിനെ ആദ്യം തന്നെ എതിർത്തത്. ഇപ്പോഴിതാ ക്രൈസ്തവ സമൂഹത്തിന് നേരെയും പ്രത്യേകിച്ച് കത്തോലിക്ക സഭയ്ക്ക് നേരെയും RSS അവരുടെ നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇതിനെതിരെ ഗൗരവമായി മതേതര വിശ്വാസികൾ ഒരുമിച്ച് നിന്ന് പോരാടണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. വഖഫ് നിയമത്തിൽ ഇന്ത്യയിലെ മുഴുവൻ പ്രതിപക്ഷ കക്ഷികളെയും ഒരുമിപ്പിച്ച് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കോൺഗ്രസ്സിന് കഴിഞ്ഞു. ആ കോൺഗ്രസിൻ്റെ പോരാട്ടം അത് വളരെ വ്യക്തമായി തന്നെ പാർലമെൻറ്റിൽ പ്രകടമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇത്തരം വർഗീയ നീക്കങ്ങൾക്കെതിരെയുള്ള പോരാട്ടം ശക്തിപ്പെടുത്തണം, ഭരണഘടനയെ ശക്തിപ്പെടുത്തണം. ഭരണഘടന മാത്രമാണ് ഇന്ന് ഏക ആശ്രയം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ് എന്നുകൂടിയാണ് എനിക്കിതിനെപ്പറ്റി ചൂണ്ടിക്കാണിക്കാനുള്ളത്. വഖഫ് ബില്ല് വന്ന സമയത്ത് പല ക്രിസ്ത്യൻ സഭകളും BJPക്ക് അനുകൂലമായ നിലപാട് പറഞ്ഞിരുന്നു. അവർക്ക് ഇപ്പോൾ ഒരു പെട്ട അവസ്ഥയാണ്. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. ഞങ്ങളുടെ നേതാവ് രാഹുൽ ഗാന്ധി തന്നെ സൂചിപ്പിച്ച, ഇപ്പോൾ മുസ്ലിങ്ങളാണെങ്കിൽ നാളെ ക്രിസ്ത്യാനികളാകും. ഓർഗനൈസറിൽ അങ്ങനെ ഒരു ലേഖനം വരണമെങ്കിൽ അത് അത്ര ചെറിയൊരു കാര്യമല്ല. കത്തോലിക്ക സഭയുടെ കീഴിലുള്ള 7 crores ഹെക്ടർ ഭൂമി ഉണ്ടെന്നും അത് 20,000 കോടി മതിപ്പ് വിലയുണ്ടെന്നും അത് ഗവൺമെൻറ് ഗൗരവത്തോടെ എടുക്കണമെന്നും പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? തന്നെയുമല്ല, ക്രൈസ്തവ പുരോഹിതന്മാർക്ക് നേരെ മധ്യപ്രദേശിലുണ്ടായ ജബൽപൂരിലുണ്ടായ അക്രമം എത്ര ദിവസം കഴിഞ്ഞാണ് FIR ഇട്ടത്? രാജ്യത്തിൻ്റെ പല ഭാഗത്തും ക്രൈസ്തവ മിഷണറിമാർക്കെതിരെയും ക്രൈസ്തവ പുരോഹിതന്മാർക്കെതിരെയും അക്രമങ്ങൾ വ്യാപകമാകുന്നു. ഒരു ഭാഗത്ത് ക്രൈസ്തവ മതമേലധ്യക്ഷന്മാർക്ക് നേരെ അക്രമങ്ങൾ നടത്തുന്നു, മറുഭാഗത്ത് അവരെ താലോലിക്കാനും അവരെ കൂടെ നിർത്താനുള്ള ശ്രമം നടക്കുന്നത്. ഇതാണെന്ന് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്.